നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ കത്തിന്റെ പിന്നില് ഒരാള് മരണപ്പെട്ടു എന്ന് മാത്രമല്ല ആ കത്തിന്റെ പ്രശ്നം. 7-ൽ ഒരാളെന്ന് അതില് പറഞ്ഞേക്കുന്നേ. എന്നുവച്ചാ 7-ൽ ഒരാൾ മരണപ്പെട്ടു, ബാക്കി 6 പേര് മരണപ്പെടാനുണ്ടെന്ന്. ഇതെന്താ ഹിറ്റ് ലിസ്റ്റോ? ആ എഴുത്ത് ആരുടെയോ ഹിറ്റ് ലിസ്റ്റ് ആയിക്കൂടെ? ആരുടെ ഹിറ്റ് ലിസ്റ്റ്? ആർക്കാ 7 പേരുടെ മരണത്തിലെ താല്പര്യം? ബാക്കി 6 പേരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. മരണപ്പെട്ടതായി പറയുന്ന ഈ ഒരാള് ആരാ? എവിടെയെങ്കിലും കൊലപാതകം നടന്നോ? ആർക്കറിയാം? എന്റെ സംശയം അതല്ല. നീ വെറുതെ സംശയം പറയാതെ ആ കത്ത് എഴുതി നമ്മളെ മുറി കൊണ്ടിട്ടത് ആരാന്ന് കണ്ടുപിടിച്ചിട്ട് പറ. സംശയം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ. ലെറ്റ് മീ കംപ്ലീറ്റ്. നീ പറ. ആ ലെറ്റർ നമ്മുടെ റൂമിൽ കൊണ്ടിട്ടതാരാ? ഈ കാര്യം നമ്മളെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ച ആരോ ആയിരിക്കുമല്ലോ. അത് ശരിയാണല്ലോ. ഒരാൾ മരണപ്പെട്ടു, ബാക്കി 6 പേർ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് നമ്മളെ അറിയിക്കണമെങ്കിൽ ഇതിൽ എന്തോ ഒരു മറിമായം ഉണ്ടല്ലോ. ആ കത്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേന്ന് അത് കൊണ്ടിട്ട ആൾക്ക് മാത്രമേ അറിയൂ. കത്ത് കൊണ്ടിട്ട ആളിനല്ല, കത്ത് എഴുതിയ ആളിനെ ഇതിനെപ്പറ്റി അറിയൂ. ഒരിക്കൽ അലീന ഇതുപോലെ കത്ത് കൊണ്ടിട്ടിട്ട് നമ്മളെ പറ്റിച്ചതാ. അല്ല, ഇനി അവളായിരിക്കും ഇതിന്റെ പിന്നിൽ. 7 മരണത്തിന്റെ കാര്യം അലീന എന്തിനാ പറയുന്നത്? ആ മരണത്തെ പറ്റി നമ്മൾ അന്വേഷിച്ച് നടക്കണം. ഒടുവിൽ അന്വേഷിച്ച് ഒരു തുമ്പും കിട്ടാതെ ആവുമ്പോ അവര് നമ്മുടെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് 7 കൊതുകിന്റെ കഥയായിരിക്കും പറയുന്നത്. അലീന ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. അതുകൊണ്ട് ആ കത്തിനെ വിശ്വാസത്തിലെടുക്കണ്ട. മേഘ പറഞ്ഞതുപോലെ അലീനയുടെ തട്ടിപ്പോ ആവോ. എന്തായാലും അതൊരു കൺഫ്യൂസ്ഡ് ലെറ്ററാ. ആ ലെറ്റർ നമ്മുടെ റൂമിൽ കൊണ്ടിട്ട ആളെ കണ്ടെത്തണം. നമ്മുടെ റൂമിൽ കത്ത് കൊണ്ടിട്ടവളെ നമ്മൾ കണ്ടെത്തും. നിങ്ങൾ വാ. വാ. ഗുഡ് മോർണിംഗ്. നീ പോയില്ലായിരുന്നോ? നീ പോയിന്നാ ഞങ്ങൾ കരുതിയത്. ഞാൻ എങ്ങനെ പോവും? എന്റെ ആത്മാവ് ഇതിനകത്തായി പോയില്ലേ? ആത്മാവോ? ആത്മാവായിട്ട് അള്ളി നടക്കാൻ നീ എന്താ ഗോസ്റ്റോ? ഗോസ്റ്റ് ആവണമെങ്കിൽ ഞാൻ മരിക്കണ്ടേ? ഞാനിപ്പോ ജീവനോടെ നിങ്ങളുടെ മുമ്പ് ഇരിക്കല്ലേ. പിന്നെന്തിനാടാ നീ ആത്മാവെന്ന് പറഞ്ഞേ? നിന്റെ ആത്മാവ് ഇതിനകത്തായി പോയെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അത് പറ. അത് വളരെ സിമ്പിൾ അല്ലേ. എന്റെ ആത്മാവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയാ. എന്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ നിങ്ങളല്ലേ. എന്താന്നറിയില്ല, എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ ഒരു മനസ്സ് വരുന്നില്ല. എപ്പോഴായാലും ഒരു ദിവസം നിനക്ക് ഞങ്ങളെ പിരിഞ്ഞു പോകേണ്ടി വരില്ലേ? ആ ഒരു ദിവസം ഒരിക്കലും വരരുതെന്നാ എന്റെ പ്രാർത്ഥന. നമ്മുടെ മനസ്സ് മാറ്റാനേ ഇവൻ അങ്ങനെ പലതും പറയും. അരവേ, നീ ഇതിനെല്ലാം തമാശയായിട്ടാണോ കാണുന്നേ? നിന്റെ അവസ്ഥ എന്താണെന്ന് നീ പലപ്പോഴും മറക്കുന്ന പോലെയാ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നിനക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. ആരോ, ആദ്യം നീ നിന്റെ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്ക്. ഞങ്ങൾക്ക് അതറിയാം. അതുകൊണ്ടാ ഞങ്ങൾക്ക് നിന്റെ കാര്യം ഓർത്ത് ഇത്രയും ടെൻഷൻ.
ഈ റൂമിന്ന് നിനക്ക് തോന്നുന്ന പോലെയാണല്ലോ നീ പോവാൻ വരികയും ചെയ്യുന്ന. ഈ പോക്കരനിടയിലെ ഇവിടെ ആരെങ്കിലും നിന്നെ പിടികൂടിയ നിന്റെ അവസ്ഥ എന്താവോന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം.